ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നാട്ടിൽ പോയ ടൈമിൽ ഒരു അടിപൊളി റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചധികം ആൾക്കാരൊക്കെ ആയിട്ട് റിസോർട്ടിലൊക്കെ നിൽക്കാനൊക്കെ പോകുമ്പം നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം അതിനുള്ളൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് 3 BHK ആയിട്ട് കോട്ടേജ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഒരുമിച്ച് തന്നെ നിൽക്കാനൊക്കെ പറ്റും, ചില്ല് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ നിന്ന കോട്ടേജിൻ്റെ ഒരു റൂം ടൂറും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫെസിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തലേന്ന് രാത്രിയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്, ഈ ഒരു റിസോർട്ടിൽ. അപ്പം ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന വില്ല. അപ്പം ഇതിൻ്റെ ഒരു റൂം ടൂറൊക്കെ ഞാനൊരു ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, ഫുൾ വീഡിയോ. അപ്പം ഞാൻ രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ ഏതൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ വ്യൂ എന്ന് പറഞ്ഞത് ബാണാസുര ഡാമാണ്. നമ്മൾ നോർമലി സ്കൂളിൽ നിന്നൊക്കെ അധികം ടൂർ പോകുമ്പോൾ വയനാട് പോയി കഴിഞ്ഞാൽ മെയിൻ ഒരു സ്പോട്ടാണ് ബാണാസുര ഡാം. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷന്. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് തന്നെ അങ്ങനെ തന്നെയാണ്, സീ ഗോഡ് ബാണാസുര എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. അപ്പം ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. അപ്പം നമ്മൾ രാവിലെ കുറച്ച് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ചെറുതാണെങ്കിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു. ലൈക്ക് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേച്ചറൊക്കെ എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പോയ ടൈമിൽ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്, ഫുഡിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ കുട്ടികൾക്കായാലും കോൺഫ്ലെക്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ലൈക്ക് ദോശ, സാമ്പാർ, ചട്നി, പിന്നെ പുട്ട്, കടല, അങ്ങനെ ഉപ്മാവ്, അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടെന്ന് കോൺഫ്ലെക്സ് പോയിട്ടെടുത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തുനിന്ന് എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പൂളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പൂൾ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ പൂൾ ഏരിയയിലേക്ക് വന്നാൽ പിന്നെ പറയണ്ടല്ലോ, പിള്ളേരും ഉപ്പെല്ലാം എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പോൾ എല്ലാവരും പൂളിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പൂൾ വ്യൂ വരുന്നത് ബാണാസുര ഡാമാണ്. ബാണാസുര സാഗർ ഡാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നുണ്ടാവുമല്ലോ, ഇന്ത്യയിൽ വെച്ചിട്ട് ലാർജസ്റ്റ് ഡാമാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡാം കൂടിയാണ്. അപ്പം ഇത് കാണാനാണ് ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു വയനാട് ഒരു 4 പ്രാവശ്യം ടൂറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ 4 പ്രാവശ്യം ഒരു സ്പോട്ട് ബാണാസുര ഡാമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡാമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം ടൂറൊക്കെ പോകുമ്പോൾ വയനാട് സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പൂളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കേബിൾ കാറിൻ്റെ ഒരു വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്വിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പൂളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ അങ്ങനെ പൂളിലൊക്കെ കളിച്ചതിന് ശേഷം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് ഇറങ്ങി ഈ ഒരു റിസോർട്ട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് നമ്മൾ താമസിച്ച ആ ഒരു വില്ല ഒന്ന് ജസ്റ്റ് റൂം ടൂറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച റൂം. അപ്പോൾ ഈ ഒരു വില്ല വരുന്നത് 2 ഫ്ലോറായിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് മുകളിലത്തെ ഫ്ലോറിൽ കൂടിയാണ്. അതായത് ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ കയറിയ പാട് തന്നെ ഇവിടെ ഒരു ലിവിങ് റൂമിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സോഫയൊക്കെ ഒരു കോർണറിലുണ്ട്. അതുകൂടാണ്ട് ഒരു സൂപ്പർ കിങ് സൈസ് ഒരു ബെഡും കൂടെ ഉണ്ട്. നമ്മൾ കുറേ ഗ്രൂപ്പൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറേ പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കയറിയ പാട് മെയിൻ ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കിച്ചൺ വരുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുമ്പം ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. ലൈക്ക് ഇവിടെ നമുക്ക് കുക്ക് വെയറും അതുപോലെ തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് വരുമ്പം ഇവിടുന്ന് കുക്കൊക്കെ ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റും. അപ്പം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ഒരു വില്ല വരുന്നത് 2 BHK ആയിട്ടാണ്. അപ്പോൾ 2 ബെഡ്റൂം താഴെയാണുള്ളത്. അപ്പം ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ ലിവിങ് റൂം. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലിവിങ് റൂമിൽ എത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവിങ് റൂമിൽ ഒരു സൈഡിൽ ഒരു 6 സീറ്റർ സോഫ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ കിങ് സൈസ് ബെഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാണുന്നതാണ് നമുക്ക് താഴേക്ക് ബെഡ്റൂമിലേക്ക് പോകാനുള്ള സ്റ്റെയർസ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു സൈസ് ബാൽക്കണിയാണ്. ലൈക്ക് നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെയും നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഒരു സോഫ ടേബിൾ അങ്ങനെയുള്ളൊരു സൈഡിലുണ്ട്. അതുകൂടാണ്ട് 2 സെപ്പറേറ്റ് ആയിട്ടുള്ള സോഫാസും കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ ബാർബിക്യൂ സ്റ്റാൻഡും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ബേസിൻ അങ്ങനെ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഉള്ള വ്യൂ എന്ന് പറയുന്നത് ബാണാസുര ഡാം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ബാണാസുര ഡാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലെ ബാൽക്കണിയിലെ വ്യൂ. ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാവിലെ അടിപൊളി വ്യൂ ആണ്. ലൈക്ക് മഞ്ഞൊക്കെ മൂടി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഈ മുകളിലെ ബാൽക്കണിയിലും താഴെയൊക്കെ വിൻഡോ ഗ്ലാസ്സാണ് വരുന്നത് വൺ സൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു കേർട്ടൻ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഒക്കെ ഉള്ളിൽ നിന്ന് തന്നെ റൂമിൽ നിന്ന് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. അതും അടിപൊളി ഫീലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിലെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ താഴേക്കാണ് പോകാൻ പോകുന്നത്. താഴെയാണ് മെയിൻ 2 ബെഡ്റൂം ഉള്ളത്. പിന്നെ അതിനൊരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. പിന്നെ ഒന്നുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തതും. അപ്പം അതൊക്കെ കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് ബാത്റൂം. അതിൻ്റെ 2 സൈഡിലുള്ളതാണ് 2 ബെഡ്റൂംസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വാർഡ്രോബും കൂടെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ബാത്റൂം. ഈവൻ മുകളിലായാലും മുകളിൽ ബാത്റൂം ഇല്ല, താഴേക്ക് വരണം. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വാർഡ്രോബ്. ഇനിയിപ്പം ഇതാണ് 2 ബെഡ്റൂം. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ റൂം കാണിച്ചു തരാം. ഈ റൂമിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ റൂമിൽ കയറിവാടിൻ്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു വലിയ വാർഡ്രോബ് വരുന്നത്. പിന്നെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് മിററാണ്. അപ്പം നമുക്ക് രാവിലെ തന്നെ ഈ ഒരു കേർട്ടനൊക്കെ നീക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ഉണ്ട്. അപ്പം നമുക്ക് രാവിലെയൊക്കെ ഇവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. ലൈക്ക് ഓപ്പൺ ബാൽക്കണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്കൊക്കെ ഇതിലേക്കൂടെ നടന്നു പോകാൻ പറ്റും. അടിപൊളി വ്യൂ ആയിരുന്നു രാവിലെ. ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് ഒരു രക്ഷയിലായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ 2 റൂമിലേക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് വേറൊരു റൂമും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് റൂം. അപ്പം ഈ ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ ബെഡ്റൂമൊക്കെ പോലെയാണ്. ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്.
പിന്നെ ഇവിടെ ഫുള്ളി ആയിട്ടുള്ള വാർഡ്രോബില്ല, ചെറിയൊരു സിംഗിളായിട്ടുള്ള വാർഡ്രോബാണ് ഉള്ളത്. പിന്നെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു വില്ല എന്ന് പറയുന്നത് ഒരു വീട് പോലെ തന്നെയാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, പിന്നെ ഒരു നോർമൽ ബെഡ്റൂം, പിന്നെ കോമൺ ബാത്റൂം, അങ്ങനെയൊക്കെ ആയിട്ട് കിച്ചണ് എല്ലാം കൂടി ആയിട്ട് ഒരു വീട് പോലെ തന്നെയാണ്. അപ്പം ഇതാണ് ഈ ഒരു റൂമിലുള്ള ബാത്റൂം. ഇത് അത്യാവശ്യം വലിയ സൈസാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. അപ്പം നമുക്ക് കുറേ വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഇങ്ങനെയുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ഈ റൂമിലെ ബാൽക്കണി. അപ്പം ഇതും നേരത്തെ പോലെ തന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് ആണ്. അപ്പം നമുക്ക് രാവിലെ സെയിം അടിപൊളി വ്യൂ ഒക്കെയാണ് ഇവിടെയും. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഒരു ബാൽക്കണിയിലേക്ക് ഈ ഒരു സൈഡിലേക്കൂടെയും കൂടെ എൻട്രൻസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. അപ്പം ഇവിടുത്തെ വാർഡ്രോബ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സിംഗിൾ വാർഡ്രോബാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ഒരു വില്ലേൻ്റെ ഫുള്ളി ആയിട്ടുള്ള റൂം ടൂറ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൂൾ സൈഡിലേക്കും, പിന്നെ ഇവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഇലക്ട്രിക് സ്വിങ്, പിന്നെ സൈക്ലിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് റോപ്പ് സൈക്ലിംഗ് ആണ്. അതും ബാനസുര ഡാമിൻ്റെ വ്യൂ ആയിട്ടാണ് ഈ ഒരു സൈക്ലിംഗ് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ സിമ്പിളാണെന്നാണ് പറഞ്ഞത്. വാചിക മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ ഇവിടെ പേയ്മെൻ്റ് ഉണ്ട്. ചെറിയ എമൗണ്ട് മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ. ലൈക്ക് ബിലോ 100 ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. അപ്പം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പോൾ സ്വിങ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല ഹൈറ്റിൽ പോയിട്ട് വിടുകയെന്നുള്ളത്. പക്ഷേ നമ്മളത് ചെയ്യാൻ പോയപ്പോൾ നമുക്ക് അത്ര അധികം ബാക്കോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് മുമ്പോട്ട് വീഴുന്ന പോലെ ഭയങ്കര പേടിയായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സിപ്പ് ലൈനിലാണ്. അപ്പോൾ അതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് കാട്ടിലൂടെ വരുന്ന പോലെ ഉണ്ടായിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതും. അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ക്യാമ്പ് ഫയർ എന്നുള്ളൊരു സെറ്റപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ അവിടുത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്. അപ്പം ഇവിടെ രാത്രി ഫയറും ലൈക്ക് ക്യാമ്പ് ഫയർ ഫുൾ ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഫ്രണ്ട്സും കസിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് നമുക്ക് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ റൂം എടുക്കുന്നതിനെക്കാട്ടി റേറ്റ് കുറവാണ് ഇവിടെ ടെൻറ്റ് ഈ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പിന്. അപ്പം അടിപൊളി എക്സ്പീരിയൻസും ആയിരിക്കും. രാത്രിയൊക്കെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ടെൻറ്റ് വരുന്നത്. ലൈക്ക് ഓരോരോ ഫ്ലോറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അതും പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് ചുറ്റും മതിലൊക്കെ കെട്ടിയ പോലെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടെൻറ്റാണ് ഒരു സൈഡിൽ വെക്കുക. ഇങ്ങനെ താഴത്തൊക്കെ ഓരോരോ തട്ടുകളുണ്ട്. അപ്പം ഈ ഒരു കാണുന്ന ഇതിലൊക്കെ നമുക്ക് ഓരോരോ ടെൻറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഹൈറ്റിലും ഉണ്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ്. അപ്പം ഈ ഒരു ടെൻറ്റിനുള്ളിൽ ശരിക്കും ഒരു 3 ആൾക്ക് നല്ല സുഖമായിട്ട് കിടക്കാൻ പറ്റും. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. ഹലോ, പൊളിയാട്ടോ ഇത്. രാത്രി കാട്ടിലിങ്ങനെ കിടക്കുക. ഡെമോന് വേണ്ടിട്ട് കിടത്തിയിട്ടില്ല. സൂപ്പർ ഏട്ടാ. 3 ആൾക്ക് അവിടെ ചെക്കിങ് ചെയ്യുന്നതിന് വരെ ഇവിടെ ചെക്കിങ് ചെയ്യാനായിട്ടും പിള്ളേരെയും കൊണ്ട് അടിപൊളിയാവും. എനിക്ക് കാലൊക്കെ ഫുള്ള് ഇടുമ്പോ അല്ലേ, ബെഡ് പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി ഫുൾ ചുറ്റിക്കണ്ട് ഇവിടുത്തെ എല്ലാ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഇവിടുന്ന് ഉച്ചയ്ക്ക് ലഞ്ചും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെയാണ് കഴിച്ചത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ പേര് വരുന്നത് സീഗോട്ട് ബാനസുര എന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ച് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ടൂറൊക്കെ പോകാൻ പ്ലാനുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.